നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 ലോക്സഭാ സീറ്റുകളിൽ ഏപ്രിൽ 19-നാണ് വോട്ടെടുപ്പ് നടക്കുക. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. പത്രികകൾ പിൻവലിക്കാനുള്ള സമയം മാർച്ച് 30 വരെയാണ്. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, സർബാനന്ദ സോനോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, കോൺഗ്രസ് നേതാവ് നകുൽ നാഥ് എന്നിവരുടെ മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. സിക്കിം, അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധിയും ഇന്ന് അവസാനിക്കും. അതേസമയം ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലെ 4 മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രികകൾ മാർച്ച് 28 വരെ സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധനകൾക്ക് ശേഷം പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി ഏപ്രിൽ 2-ആണ്. പ്രാദേശികോത്സവങ്ങൾ കണക്കിലെടുത്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികളിൽ മാറ്റം വരുത്തിയത്. കേരളത്തിൽ ഏപ്രിൽ 26-ന് 2-ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. ഏപ്രിൽ 4-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി അവസാനിക്കും.